എല്ലാവരും എത്തിയെങ്കിൽ. സർ. Freedom in mind, faith in words, pride in our heart, memories in our souls. Let's salute the nation on Republic Day. Good morning, everyone, and a very warm welcome to our Republic Day ceremony, Safed 2K21. Myself, Angel Shaji, first year BMLT, Lissy College of Allied Health Science. Today, we have gathered to celebrate our 72nd Republic Day of our nation. We celebrate Republic Day on 26 January, as it is also the day when India declared its independence from the British in 1930 by the Indian National Congress. Large parades showcasing the powers in Indian Army, Air Force, Navy, and artists exhibiting traditional dance form constitute the grand Indian Republic Day celebrations. People from across the country paid tribute to the freedom fighters. Government officials, prime ministers, and chief ministers of the states unfurl the tricolor and honor the country on this special occasion. Here, I once again welcome you all to this Republic Day ceremony of Lissy College of Allied Health Science. Respecting our rich traditions and system, let's start this function with a silent prayer. On silent prayer. സത്യമാം ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലും ബഹീനരായോടെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധന്മാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയുല്ലാവും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നീ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Now, I would like to invite Ms. Maria Reggie, second year BMLT, to officially welcome all the dignitaries and everyone gathered here for the Republic Day function. നമസ്കാരം, ഞാൻ മരിയ റെജി, BSc MLT 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് സംഘടിപ്പിക്കുന്ന സഫേദ് 2K21 എന്ന റിപ്പബ്ലിക് ഡേ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനുവരി 26 എല്ലാ വർഷവും ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമാവുകയും ചെയ്തു. ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ 72ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഏവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ വേളയെ ഇത്രയും ആഘോഷമാക്കി തീർക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഓരോ മഹാന്മാരെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ആദ്യം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയുടെ മുഖ്യ ആതിഥേയനായി നമ്മോടൊപ്പമുള്ള ലഫ്റ്റനന്റ് ഡോക്ടർ സുമിത് PV, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അസോസിയേറ്റ് NCC ഓഫീസർ സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി
നമ്മുടെ ലിസി കോളേജിന്റെ മുന്നേറ്റത്തിന് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ലിസി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറും ലിസി ഹോസ്പിറ്റലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ ജെറി ഞാളിയത്ത് അച്ഛനെയും ഈ പരിപാടിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ അധ്യാപകനും മാർഗദർശിയുമായ ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബീർ എസ് ഇക്ബാൽ സാറിനെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അറിവിന്റെ വെളിച്ചം പകർന്നു തന്ന് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അധ്യാപകരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഈ പരിപാടിയിൽ സന്നിഹിതരായ എല്ലാ വിദ്യാർത്ഥിനികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, Jechi. Now, I request our Honorable Principal, Dr. Shabir S. Iqbal, to address and to give his valuable message. Sir, please. Thank you. Respected Reverend Father Jerry Nyaliyat, Assistant Director, Lisi Medical and Education Institution. Respected Assistant Professor, Associate NCC Officer, Dr. Sumit. Respected faculty, dear students. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇങ്ങനൊരു പരിപാടി നമ്മൾ സാധാരണഗതിയിൽ കോളേജുകളിലൊക്കെ നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് വളരെ പെട്രോട്ടിക് ആയിട്ടുള്ള പരിപാടികളും ആശംസകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നത്. പല കോളേജിലും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും ഈ പ്രത്യേക കാലഘട്ടത്തിൽ ആരും കോളേജിൽ വരാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ എന്താ പറയാ, നമ്മൾ ഓൺലൈനായിട്ട് പല മത്സരങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. അതിനെന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ റിപ്പബ്ലിക് ഡേ നമുക്കറിയാം, നമ്മുടെ രാജ്യം 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്, റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 28-നാണ്. 26-നാണ്. അതിന്റെ ഒരു വാർഷികാഘോഷം എന്ന നിലയിലാണ് നമ്മൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിച്ചു വരുന്നത്. ഞാൻ എപ്പോഴും റിപ്പബ്ലിക് ഡേയുമായിട്ട് ഓർത്തു വെക്കുമ്പോൾ ഞാൻ കരുതുന്നത്, എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ജനുവരി 30 ആകും. ജനുവരി 30-ന്റെ പ്രത്യേകതയെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച, ഒരുപാട് ജീവത്യാഗം ചെയ്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി അത്യന്തധികം പരിശ്രമിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാരുണ്ട്. അങ്ങനെ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അടുത്ത വർഷം 1948 ജനുവരി 30-നാണ് എന്താണ് പറയുക, അന്നത്തെ വർഗീയവാദികളാൽ കൊല്ലപ്പെടുകയുണ്ടായത്. ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നു. ആ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന് ശേഷം ഒരു വർഷം പോലും ആ സ്വതന്ത്ര ഭാരതത്തിൽ, സ്വതന്ത്ര രാജ്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത രാഷ്ട്രപിതാവ് എന്നൊരു നിർഭാഗ്യം നമ്മുടെ രാഷ്ട്രപിതാവിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് ഏതിൽ നിന്നാണ്, എന്തിൽ നിന്നിലാണ്, എവിടേക്കാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം തമസിന്റെ ശക്തികൾ, അതായത് രാജ്യത്തിനെയും അതേപോലെ നമ്മുടെ മനുഷ്യ സമുദായത്തെയും എല്ലാം വിഘടിപ്പിച്ചുകൊണ്ട് മുന്നേറ്റ് പോകുന്ന ഏത് ശക്തികളുമായിക്കട്ടെ, അത് രാഷ്ട്രീയമാകട്ടെ, മതജാതി വർഗീയ സംഘടനകളാകട്ടെ, ഏതുമാകട്ടെ, അങ്ങനെയുള്ള ധാരണകളൊന്നും നമ്മുടെ മനസ്സിലില്ലാതെ, അത്തരം തമസ്സുകൾ, ഇരുട്ടുകളൊന്നും നമ്മുടെ മനസ്സിലില്ലാതെ, അത്തരം അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാളെയുടെ ത്രിവർണ്ണ പതാക നമ്മുടെ മനസ്സിലും നെഞ്ചിലും ശരീരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണമെന്നുള്ള ബോധവും ആശയവുമാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവും ഒക്കെ നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആധികാരികമായി നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനീയനും എൻ്റെ പ്രിയങ്കരനുമായ സുഹൃത്ത് ഡോക്ടർ സുമിത് PV ആണ്. അതുപോലെ നമ്മുടെ റവറൻഡ് ഫാദർ ഡയറക്ടർ അച്ഛനും ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അധികമൊന്നും ഞാൻ ദീർഘിപ്പിക്കാതെ എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനാശംസകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം. താങ്ക് യു. Thank you, sir.
No event sums up without a formal inauguration, and thus may I invite Reverend Father Jerry Naliat, who is the Assistant Director of Lizzie Medical and Educational Institution, who constantly extends his love and support to all the high prospects of the institution to inaugurate this function. Father, please. Yes, എന്നെ കേൾക്കാലോ അല്ലേ? Yes, Father. ഓക്കെ. ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് ഡോക്ടർ സുമിത്, ഡോക്ടർ ഷബീർ ഇക്ബാൽ, ഏറ്റവും സ്നേഹമുള്ള ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ഫാക്കൽറ്റി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കളെ, എല്ലാവർക്കും ഭാരതത്തിന്റെ 72ാം റിപ്പബ്ലിക് ദിനത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുകയാണ്. നമ്മൾ റിപ്പബ്ലിക് ഡേ ഓരോ വർഷവും ആഘോഷിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു ചിന്ത, നമുക്കൊരു ഭരണഘടന നിലവിൽ വന്നിട്ട് ആ ഭരണഘടന നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ എത്ര കണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ഡിഗ്നിറ്റിയോടു കൂടിയും ജീവിക്കാനായിട്ട് അവസരങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഭരണഘടനയുടെ തന്നെ ആത്മാവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക അതിന്റെ പ്രിയാമ്പിളാണ്, അതിന്റെ ആമുഖമാണ്. ഞാൻ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന വളരെ ആഴമുള്ള, വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങളുണ്ട്. അതാണ് ഭാരതത്തിന്റെ ആത്മാവിന്റെ അന്തസത്ത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ മൂല്യങ്ങൾ ഇന്ന് ഭാരതത്തിലെ ഓരോ സിറ്റിസണും, പൗരനും, അവൻ ജീവിക്കുന്നത് എവിടെയും ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ രാജ്യത്തിന്റെ വടക്കേ അറ്റത്തോ തെക്കേ അറ്റത്തോ കിഴക്കേ അറ്റത്തോ പടിഞ്ഞാറേ അറ്റത്തോ മധ്യഭാഗത്തോ എവിടെയും ആയിക്കൊള്ളട്ടെ, അവനായിരിക്കുന്ന അല്ലെങ്കിൽ അവളായിരിക്കുന്ന ആ സ്ഥലത്ത് ഈ ആമുഖത്തിൽ പറയുന്ന വളരെ ആഴമുള്ള, വളരെ പ്രധാനപ്പെട്ട, അതായത് മനുഷ്യന് ശ്വസിക്കാനായിട്ട് വായു വേണമെന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന വായുവാണ് ഈ പറയുന്ന മൂല്യങ്ങൾ. അതില് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, മതേതരത്വമുണ്ട്, ജനാധിപത്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഇക്വാലിറ്റി ഉണ്ട്, ഫ്രറ്റേണിറ്റി, അതിന്റെ ഭാഗമായിട്ട് പറയുന്ന യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ മൂല്യങ്ങളെയും പറ്റി ഞാൻ സൂചിപ്പിക്കുന്നില്ല. എന്റെ ആദ്യത്തെ ഒരു ചിന്ത, ഏറ്റവും സ്നേഹമുള്ള എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ പ്രിയാമ്പിള് ഇന്നെങ്കിലും ഒരു ദിവസം അത് മനസ്സിരുത്തി ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്കതിപ്പോ നമ്മുടെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മുടെ അതിൽ പറയുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. നമ്മൾ തന്നെയാണ് ഈ പ്രിയാമ്പിളിൽ പറയുന്ന ഈ മൂല്യങ്ങളെ പറ്റി പറയുന്നത്. നമ്മൾ തന്നെയാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് അത് നടപ്പാക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ള ആളുകൾ. അതുകൊണ്ട് ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങളോട് എനിക്കുള്ള ഒരു അപേക്ഷ, ഈ പ്രിയാമ്പിളൊന്ന് മനസ്സിരുത്തി വായിക്കാനും അതിൽ ഈ പറയുന്ന മൂല്യങ്ങളെ പറ്റി ചിന്തിക്കാനും, ആ മൂല്യങ്ങൾ ഒരു കാരണവശാലും ഭാരതത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കൈവിടില്ല, അല്ലെങ്കിൽ അത് നഷ്ടം വരുന്നു എന്ന് തോന്നുന്ന ഇടങ്ങളിൽ അതിനുവേണ്ടി ഏതറ്റം വരെ പൊരുതാനും ഞാൻ തയ്യാറാകും എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ, ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവും എല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ട് നിലനിർത്താനും അത് കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും എന്നുള്ളതാണ്.
നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഇപ്പൊ മതേതരത്വത്തിന്റെ മേഖലയിലായാലും ജനാധിപത്യത്തിന്റെ മേഖലയിലായാലും സ്വാതന്ത്ര്യത്തിന്റെ മേഖലയിലായാലും ഇക്വാലിറ്റിയുടെ മേഖലയിലായാലും നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും അതിന്റെ അഖണ്ഡതയെ പറ്റിയും ഒക്കെ ആയാലും ഒരുപാട് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ കഴിഞ്ഞ 72 വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതിനെപ്പറ്റി അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യം, റിഫ്ലക്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ മേഖലകളിലൊക്കെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് മൂല്യ ശോഷണം സംഭവിക്കുന്നില്ലേ എന്ന് പരിശോധിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഭാരതത്തിലെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. മതേതരത്വത്തിന്റെ മേഖലയിലായാലും ഇന്ന് നമുക്കറിയാം, ഏറ്റവും വലിയ മതേതരത്വ രാഷ്ട്രം എന്ന് നമ്മൾ പറയുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കടന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ടിന് വേണ്ടി, അവരുടെ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മതങ്ങളെ ഉപയോഗിക്കുന്ന, ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യനിലെ മതത്തിന്റെ ആ ഭാവത്തെ ചൂഷണം ചെയ്യുന്നത് നമ്മളിന്ന് വളരെ വളരെ സുവ്യക്തമായി കാണുന്ന ഒരു കാഴ്ചയാണ്. അപകടം പിടിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ മതങ്ങളായാലും, ഭാരതത്തിൽ മതങ്ങളായാലും മതം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് സാമുദായികമായി ചിന്തിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് വർഗീയതയ്ക്ക് വളരെ വലിയ അടിസ്ഥാനം അല്ലെങ്കിൽ വേരുറപ്പിക്കാനായിട്ട് അവസരം കൊടുക്കുമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മതേതരത്വത്തിന്റെ മേഖലയിൽ ഈ ഒരു സെക്കുലർ രാജ്യമാണ്. എത്രയോ സന്തോഷത്തോടു കൂടിയാണ്, ടോളറൻസോടു കൂടിയാണ് ഒരുപാട് നാളുകൾ എല്ലാ മതങ്ങളും ഒരുമിച്ച് ഇവിടെ ആയിരുന്നത്. പക്ഷെ അതിലൊക്കെ വിള്ളലുകൾ വരുന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം എന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ജനാധിപത്യം നമ്മുടെ ഭാരതത്തിന്റെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. 100-130 കോടി ജനങ്ങൾ, അതും വളരെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇത്രയേറെ സ്റ്റേറ്റുകൾ, ഭാഷകൾ, ജീവിത ശൈലികൾ, ഭക്ഷണ രീതികൾ, അങ്ങനെ ഇത്രയേറെ വ്യത്യാസങ്ങൾ, ഡൈവേഴ്സിറ്റി ഉള്ള നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ രാജ്യത്ത് ജനാധിപത്യം പുലരുന്നു എന്ന് പറയുന്നത് പലർക്കും അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യമാണ്. ഞാൻ വിദേശത്തൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ്. അവിടെ അവർ പറയുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണിത്. പക്ഷെ ഇന്ന് ഇന്നത്തെ അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ വീണ്ടും നമ്മൾ ജാഗ്രതയോടുകൂടി ആയിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇന്ന് നമ്മൾ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പരേഡ്. രാജ്യത്തിന്റെ ശക്തി, പ്രതിരോധ മേഖലയുടെ ശക്തി വിളിച്ചോതുന്ന, രാജ്യത്തിന്റെ ഈ ഡൈവേഴ്സിറ്റിയുടെ മനോഹാരിത കാണിക്കുന്ന ടാബ്ലോകളുമൊക്കെ ആയി നമ്മളിന്ന് തലസ്ഥാനത്ത് പരേഡ് നടത്തുമ്പോൾ ഇന്ന് അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പരേഡ്, ട്രാക്ടർ റാലി എന്ന് പറഞ്ഞ് കർഷകർ അവരുടെ സമരം നടത്തുകയാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി സമരം നടത്തുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്താണ് കർഷകര് അവരുടെ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ കർഷക നിയമങ്ങൾ അവർ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന കർഷക നിയമങ്ങൾ എങ്ങനെ പാർലമെന്റിൽ പാസ്സായി, ഒരു ജനാധിപത്യ രാജ്യത്ത് അതെങ്ങനെ, ഏത് രീതിയിൽ അത് പാസ്സായി, ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും പരിപാലിച്ചുകൊണ്ടാണോ, ആ പ്രക്രിയ മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ടാണോ അത് പാസ്സായത്? അതിനുശേഷം ഇത്രയേറെ കർഷകര്, നമുക്ക് അന്നം തരുന്ന കർഷകര് രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുമ്പോൾ അവരെ കേൾക്കുന്ന കാര്യത്തിൽ ഒരു ജനാധിപത്യ ശൈലി പുലർത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ മാറ്റ് കുറയ്ക്കുന്ന വിധത്തിൽ ഈ ഒരു സമാന്തര റാലി നമ്മുടെ രാജ്യത്ത് നടക്കാനായിട്ട് ഇടവരുന്നു എന്ന് പറയുന്നത്, അതിന് അവസരം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രീതികൾ അതിന്റെ പരിപൂർണമായിട്ടുള്ള ആഴത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കുകയും ജനമാണ് പ്രധാനപ്പെട്ടത്, ജനത്തിന്റെ സ്വരം പ്രധാനപ്പെട്ടതാണ്, ആ ജനത്തിന്റെ സ്വരം കേൾക്കേണ്ടതാണ്, അത് ടോളറൻസോടുകൂടി അത് കേൾക്കാനായിട്ട് ഇടവരുന്നു എന്നൊക്കെ
ഉറപ്പുവരുത്തേണ്ടുന്ന ആളുകൾക്ക് അത് സാധിക്കാതെ പോകുന്നുണ്ടോ എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന നമ്മുടെ ജനാധിപത്യത്തിന്റെ രീതികൾ അതിൽ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ടോ, അത് താല്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും ഒക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വർഷം നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യത്തെ പറ്റി, ദ ലിബർട്ടി. നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ എപ്പോഴും വളരെ വാചാലരാകാറുള്ള ആളുകളാണ്. നമുക്ക് എന്തും പറയാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഏത് മതത്തിലും വിശ്വസിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചെറുപ്പക്കാരൊക്കെ വളരെയേറെ താല്പര്യത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ഈ സ്വാതന്ത്ര്യം. നമുക്ക് സോഷ്യൽ മീഡിയയും മറ്റും ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകൾ അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം പല മേഖലകളിലും ഹനിക്കപ്പെടുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഒരു ഡേറ്റ പ്രൈവസി നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ എല്ലാ ഡേറ്റയും ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ മാത്രമല്ല, അത് നമ്മൾ ഇനി കാണുന്ന ഒരു സാധ്യത, അത് വൻ കുത്തക കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളുടെ കയ്യിൽ നമ്മുടെ എല്ലാ ഡേറ്റയും വരുന്ന, അത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളാകാം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, എല്ലാ ഡേറ്റയും നമ്മുടെ ഒരു കടയിൽ പോയി നമ്മൾ വാങ്ങുന്ന അതിന്റെ ഒരു പാറ്റേൺ, നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെ പാറ്റേൺ എന്താണ്, ഇതൊക്കെ ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളുടെയും ഗവൺമെന്റുകളും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ മുമ്പിലും മൾട്ടിനാഷണൽ കമ്പനികളുടെ മുമ്പിലും നമ്മൾ നഗ്നരാക്കപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട്. നമ്മുടെ ഡിഗ്നിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ സംജാതമാകുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന അവസ്ഥ സംജാതമാകുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും നമ്മൾ അടിമകളായി മാറുന്ന സാഹചര്യങ്ങൾ ഇന്ന് ശക്തമായി കടന്നു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വാട്സപ്പിൽ എനിക്ക് എന്തും എഴുതാം, അത് വലിയ സ്വാതന്ത്ര്യമായിട്ട് ഇന്ന് ചെറുപ്പക്കാർ കാണും. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ നമുക്ക് ഒരിക്കലും നമ്മളിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അതുപോലും നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് എന്നുള്ള സത്യം അത് നമ്മൾ അറിയാതെ പോകരുത്. അതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ പറ്റി, രാജ്യത്തിന്റെ സേഫ്റ്റിയെ പറ്റി, അതിന്റെ പ്രതിരോധ മികവിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ വളരെ അഭിമാനിക്കുന്ന ആളുകളാണ്. നമ്മൾ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മൾ അഭിമാനിക്കാറുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്ന് കൂടി നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ അയൽ രാജ്യവുമായി നമുക്കുണ്ടാകുന്ന, ചൈനയുമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സ്ഥലത്തേക്ക് അവർ കടന്നു കയറുന്നത്, നമ്മുടെ ധീര ജവാന്മാർക്ക് അവരുടെ ജീവൻ ത്യാഗം ചെയ്യേണ്ടി വരുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഇതൊന്നും ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളല്ല, ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നതാണ്. നമ്മൾ പലപ്പോഴും നമ്മളായിരിക്കുന്ന നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നിടത്തായിരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ അധികം ചിന്തിക്കാറുണ്ടാവില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ആ വിശാലമായിട്ടുള്ള രാജ്യത്തിന്റെ ചിലപ്പോ അങ്ങ് സിക്കിമിൽ നടക്കുന്ന കാര്യമായിരിക്കും, ലഡാക്കിൽ നടക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യമായിരിക്കും. ഒരുപക്ഷെ നമ്മളത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം മനുഷ്യനെപ്പോഴും അവന്റെ തൊട്ടു ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി ആകുലപ്പെടുകയും സന്തോഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. പക്ഷേ ഞാനീ പറഞ്ഞ മതേതരത്വത്തിനും നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ഇക്വാലിറ്റിക്കും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഒക്കെ എതിരെയുള്ള കാര്യങ്ങൾ, അത് ഒരുപക്ഷെ നമ്മളിപ്പോ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് ബാധിക്കുന്നു എന്നതായിട്ട് നമുക്ക് തോന്നില്ലെങ്കിൽ കൂടിയും ഇത് പതുക്കെ പതുക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ജീവിക്കുന്ന പല മേഖലകളിലൂടെ കടന്ന് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. ഈ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ള ചിന്ത ഇത് മാത്രമാണ്. ഇതൊന്നും അകലെയാണ് എന്ന് നമ്മൾ കരുതരുത്.
ഈ വെല്ലുവിളികൾ നമ്മുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ ഒരുപക്ഷെ വളരെ വേഗത്തിൽ പല രൂപങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെയും പ്രതീക്ഷിക്കാത്ത അവസ്ഥകളുടെയും ഒക്കെ രൂപത്തിൽ നമ്മളിലേക്ക്, നമ്മളായിരിക്കുന്ന കൊച്ചു ലോകത്തേക്ക് കടന്നു വരുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ്, ഒരു ജാഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപക്ഷെ പോയി യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കില്ല രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി. ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ജനപ്രതിനിധിയായി നിയമങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശരിയായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഈ മൂല്യങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എങ്കിൽ, ഈ മൂല്യങ്ങൾക്ക് സംഭവിക്കുന്ന മൂല്യച്യുതിയെ പറ്റി നമുക്കൊരു ബോധ്യമുണ്ട് എങ്കിൽ, ഇതൊക്കെ ഇംപ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും അതിനെ തടയിടാനും യഥാർത്ഥ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും ത്യാഗം ചെയ്ത്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൂടെ ജീവൻ പോലും ത്യാഗം ചെയ്ത് നിലകൊള്ളാനും ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് സാധിക്കട്ടെ. ആ ഒരു ആശംസയാണ് ഈ ദിനത്തില് എൻ്റെ ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഭാരതത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തിന്റെ ഈ മൂല്യങ്ങളെ സ്നേഹിക്കുന്ന, അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലികളെ രൂപീകരിക്കുന്ന വ്യക്തികളായി, നല്ല സിറ്റിസൺസ് ആയി, നിങ്ങൾ പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്, അതിന് വേണ്ടുന്ന സ്കില്ലുകളുണ്ട്, നിങ്ങൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള മനോഹരമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്, നിങ്ങളെടുക്കുന്ന പ്രൊഫഷന്റെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളൊക്കെ അതിനോടൊക്കെ ചേർത്ത് വെക്കാനായിട്ടുള്ള ഈ മൂല്യങ്ങളാണ്. അങ്ങനെ ഈ മൂല്യങ്ങളോട് ചേർത്ത് ഈ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഇക്വാലിറ്റിയുടെയും യൂണിറ്റിയുടെയും ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെയും ഒക്കെ ഈ മനോഹരമായിട്ടുള്ള മൂല്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതശൈലികളിൽ ചേർത്ത് ഏറ്റവും നല്ല പൗരന്മാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ തോതിൽ നമ്മൾ നടത്തുന്ന ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി ഏറ്റവും താല്പര്യത്തോടുകൂടി, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. On behalf of Lissee College of Allied Health Science, I respectfully welcome Lieutenant Dr. Sumit PV, who is the Assistant Professor and Associate NCC Officer of PRNSS College, Mattanur. We are certainly grateful for him for gladly accepting our invitation to become the chief guest of this occasion today. I find immense pleasure in introducing our chief guest. He was born in Cherpura in Kannur district. He holds a bachelor's degree from Payyanur College, MA from Central University of Hyderabad, PhD in Hindi Literature from Central University, Pondicherry. He worked as a teacher at Brennan College, Talasheri, and also the Payyanur College. He also worked for 4 years as a Hindi officer in the Bank of Baroda. He has been working in Parshi Raja NSS College for the last 7 years. He has also been working as the officer of NCC for the last 4 years. So far, he has written 7 books. He has also written a collection of short stories in Malayalam. He has received over 5 awards for writing and translating. He is currently the Hindi research guide at Kannur University. So, with great honor and respect, may I invite Dr. Sumit PV to speak a few words on this special occasion. Sir, please. Thank you, Angel Shaji. Respected Father Jareem, Assistant Director of Lissee Colleges, Principal Dr. Shabir Iqbal, other teachers, and my dear students of Lissee College, Cochin. I hope I am audible. Yes, sir. Yes. Okay. Shabir sir, ഞാൻ എൻ്റെ ഇത് സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ? Okay, sure.
ഓക്കെ, ഞാൻ എൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫാദർ സംസാരിച്ചപ്പോൾ റിപ്പബ്ലിക് ദിനത്തിനെ പറ്റിയും അതിൽ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള മാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നതിനെ പറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മതേതരത്വത്തെ പറ്റിയും ജനാധിപത്യത്തെ പറ്റിയും നമ്മുടെ വിദ്യാഭ്യാസ മേന്മയെ പറ്റിയിട്ടും നമ്മുടെ സൈനിക അതിർത്തികളെ പറ്റിയൊക്കെ ഫാദർ സംസാരിച്ചു. നിങ്ങളുടെ പ്രിൻസിപ്പൽ സംസാരിച്ചപ്പോൾ അതിനകത്തും നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിനെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്തായാലും ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ഇന്നത്തെ ദിവസം ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് എത്രത്തോളം ഡിഗ്നിറ്റിയോട് കൂടി നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ 72ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന, രാജ്യം മുഴുവൻ ആചരിക്കുന്ന ഈ ദിവസം നിങ്ങൾ ഓരോരുത്തർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുകയാണ്. അതുകൂടാതെ നമ്മളെല്ലാവരും വിദ്യാഭ്യാസം നേടുന്നുണ്ട്, നമ്മളെല്ലാവരും ഓരോ ദിവസവും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിലങ്ങുതടികളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മളെല്ലാവരും വളരെ സ്വൈര്യമായ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഭടന്മാർ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിലെ ഓരോ മെമ്പർമാരും എത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്നത് എന്ന് ഇന്നൊരു ദിവസം മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളാരും നമ്മുടെ ഈ ചുറ്റുപാടിൽ ഒരു തരത്തിലുള്ള ശല്യവും ഉണ്ടാക്കാതെ, മറ്റുള്ള ജനങ്ങൾക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നമ്മളൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എങ്ങനെ ഒരു നല്ല പൗരനാവാം എന്ന കാര്യമാണ് ആദ്യമായി ചിന്തിക്കേണ്ടത്. ഇന്നെങ്കിലും നമ്മളത് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചിന്തിക്കുക? ഒരുപാട് വൈകിക്കഴിഞ്ഞ് ചിന്തിച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ലിസി കോളേജിൽ പഠിക്കുന്ന ഇന്നിവിടെ ഈ സഫേദ് 2021 എന്ന് പറഞ്ഞ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാവരും വളരെ നല്ലവണ്ണം വിദ്യാഭ്യാസം നേടി വലിയൊരു ജോലിയൊക്കെ കരസ്ഥമാക്കിയിട്ട് ജീവിതത്തിൽ മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്നു. ശ്രുതി മ്യൂട്ട് യുവർ സെൽഫ്. ശ്രുതി ഹരിലാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം ഓരോ ദിവസവും അത്തരത്തിൽ നമുക്ക് തന്നെ മുതൽക്കൂട്ടാവുന്ന, നമ്മുടെ സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്ന, നമ്മുടെ കുടുംബത്തിന് മുതൽക്കൂട്ടാവുന്ന, നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു പ്രവർത്തനമായിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറി എന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ ഒരു ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആ ഭരണഘടന നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായ രീതിയിൽ ഇന്ന് ഉണ്ടോ, നമ്മളെല്ലാവരും അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യവുമല്ല. മറിച്ച് ഒരു നല്ല പൗരനാവാൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എത്തരത്തിൽ നമുക്ക് കൈവശപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ എത്തിനോട്ടം നടത്താൻ വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരെയും അത്തരത്തിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ, ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. പറയാനുള്ള കാര്യങ്ങൾ, പോയിന്റുകൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാൻ ഒരു 5 ചിത്രങ്ങൾ, 5ഓ 6ഓ ചിത്രങ്ങൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ചിത്രങ്ങളാണ്. കഴിഞ്ഞ ഒരു 2ഓ 3ഓ വർഷങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ചില സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും വളരെയധികം ഊറ്റം കൊള്ളുന്ന, നമ്മളെല്ലാവരും വളരെയധികം നമ്മുടെ തലക്കനം ഉയർത്തിപ്പിടിച്ച് നമ്മളൊക്കെ സംസാരിക്കുന്നവരാണ്. നമ്മൾ മതേതരത്വ ബോധമുള്ളവരാണ്, നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണ്, നമ്മളെല്ലാവരും റിയൽ ഇന്ത്യൻ ഹീറോസ് ആണ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ചിത്രം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടവർ മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് ഒന്ന് പറയുക, എന്താണിത്, എന്ത് സംഭവമാണ് ഈ സംഭവം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ്? നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്നത്.
ഓക്കെ. ഒരു ആദിവാസി യുവാവായ മധുവിനെ നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില യുവാക്കൾ പീഡിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2018 ഫെബ്രുവരി 22-നാണ് 27 വയസ്സുള്ള മധു എന്ന് പറഞ്ഞ യുവാവിനെ പാലക്കാട് അട്ടപ്പാടി ഭാഗത്തുള്ള മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മധുവിനെ പീഡിപ്പിച്ച് ഇടിച്ച് കൊന്നത്. മധു ചെയ്ത കുറ്റം എന്ന് പറയുന്നത് തൻ്റെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ഈ കാട്ടിനകത്തേക്ക് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആരോ സൂക്ഷിച്ച കുറച്ച് അരി, 1 കിലോ അരി കട്ടെടുത്തു എന്നുള്ളതാണ് മധു ചെയ്ത കുറ്റമായിട്ട് അവർ പ്രഖ്യാപിച്ചത്. അങ്ങനെ അവർ മധുവിനെ കെട്ടിയിടുകയും അതിനുശേഷം അയാളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. മധു എന്ന് പറയുന്ന ആള് 27 വയസ്സുള്ള മധുവിന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. അതൊന്നും വകവെക്കാതെ അയാളെ അടിച്ചിടിച്ച് അതിനുശേഷം പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് വണ്ടിയിൽ കയറ്റി അയാളെ കൊണ്ടുപോകുന്നതിനിടയിൽ മധു മരണമടയുകയും ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവരെ അറസ്റ്റ് ചെയ്തു ഒക്കെ. മധു എന്ന് പറയുന്ന യുവാവ് ചെയ്ത ഈ കുറ്റം അത്ര വലിയ കുറ്റമായിരുന്നോ? നമ്മളെല്ലാവരും വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവരാണ്, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് വിശപ്പ് എന്നുള്ളത്. ഇത്തരത്തിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാൾക്ക് അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്പം അരി കട്ടെടുത്തത് ഒരു വലിയ കുറ്റമായി കാണേണ്ട ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന, ഇത്രയധികം മതങ്ങളുള്ള, ഇത്രയധികം ജനങ്ങളുള്ള, ഇത്രയധികം ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നു. നമ്മളെല്ലാവരും ദിവസവും വലിയ വലിയ ഫേസ്ബുക്ക് പേജുകൾ എഴുതുന്നു, വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്യുന്നു. മധുവിനോട് നമ്മൾ ചെയ്തത് ശരിയാണോ എന്നൊരു ചോദ്യം മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റൊരു ചിത്രമാണിത്. ആർക്കെങ്കിലും അറിയോ ഇത് എന്തിനെ പറ്റിയാണ്? ചിത്രം മാത്രം മതി എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാൻ. ഈ ചിത്രത്തെ പറ്റി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അറിയുന്നവർ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ഉണ്ട്, ആരോ ഒരാൾ കണ്ടിട്ടുണ്ട്. പേര് പറയൂ. ഡയന. എവിടെയാണ്? അത് തന്നെ 13-9 വയസ്സുള്ള 2 പെൺകുട്ടികൾ വാളയാറിൽ തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രമാണ്. അന്നേരത്തെ ഫേസ്ബുക്ക്, വാട്സപ്പ് സ്റ്റാറ്റസുകൾ നിറഞ്ഞു നിന്ന ചിത്രമാണിത്. ഈ ചിത്രം കാണിക്കാനുള്ള പുറകിലെ രഹസ്യം എന്ന് പറയുന്നത്, ഈ 2 പെൺകുട്ടികളും ഏകദേശം 50ഓളം ദിവസം ഗ്യാപ്പിലാണ് ആദ്യം മൂത്ത കുട്ടി 13 വയസ്സുള്ള കുട്ടിയും പിന്നീട് 9 വയസ്സുള്ള കുട്ടിയുമാണ് ആത്മഹത്യ ചെയ്തത്. വാളയാർ പെൺകുട്ടികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ഒരു ചിത്രമാണിത്. അപ്പോൾ 2017 ജനുവരിയിലും മാർച്ചിലുമാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരെ ആരോ മാനഹാനി സംഭവിച്ചു, അവരെ ആരോ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. 2 ചെറിയ കുട്ടികളെ നിഷ്കരുണം കൊലപ്പെടുത്തിയതിനു ശേഷം നമ്മൾ അവർക്ക് വേണ്ടി ഫേസ്ബുക്ക്, വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതിൽ എന്താണ് അർത്ഥം? എവിടെയാണ് നമ്മുടെ മാനവിക മൂല്യങ്ങളുള്ളത്? ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മേഖലയാണ്. നിങ്ങളെല്ലാവരും അലൈഡ് ഹെൽത്ത് സയൻസുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് പഠിക്കുന്നതും നിങ്ങൾ ജോലി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെയുള്ള നിങ്ങൾ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാർ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കാതെ അവരൊക്കെ എന്തോ ആയിക്കോട്ടെ, ഞാൻ മാത്രം ഇവിടെ നന്നായി ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് എവിടെയാണ് ശരി? സമൂഹത്തിൽ എല്ലാവർക്കും തുല്യനീതി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷേ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു, നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ അധപ്പതിച്ചു പോകുന്നു. അപ്പോൾ ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മളെല്ലാവരും പഠിച്ച് ഡിഗ്രി നേടും, നമ്മളെല്ലാവരും വലിയ വലിയ ജോലി സമ്പാദിക്കും, ഒരുപാട് ശമ്പളം നമ്മൾ നേടും. പക്ഷെ അത് മാത്രമാണോ ജീവിതം? അത് മാത്രമാണോ നമ്മുടെ ഉന്നമനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പരീക്ഷയുടെ പേടി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഈ തൊട്ടടുത്ത കാലത്താണ് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കൂടിക്കൂടി വരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്ന, അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മൾ ദിവസവും പേപ്പറിൽ വായിക്കുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്ന മൂല്യ തകർച്ചയുടെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയെങ്കിലും വരുന്ന തലമുറയിലെങ്കിലും നമ്മളെ പോലെയുള്ള യുവാക്കളിൽ ഈ സ്ഥിതി മാറ്റാനുള്ള ഒരു ശ്രമം തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നാളെ ഈ ഭരണഘടനയിൽ അനുശാസിക്കുന്ന 71 വർഷത്തിന് ശേഷം നമുക്ക് കൈപ്പിടിക്കാൻ പറ്റാത്ത പല മൂല്യങ്ങളുണ്ട്, പല ബോധങ്ങളുണ്ട്.
ആ ബോധങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ മൂല്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിച്ചാൽ മതിയാവും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തൊരു ചിത്രം, ഈ ചിത്രങ്ങളിലൂടെ മാത്രം സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ചിത്രങ്ങളിൽ 71 വർഷത്തിന് ശേഷവും നമ്മളിൽ ആരും തലച്ചോറിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ്. 1950 ഇതിനേക്കാളും വലിയ മാനവിക ബോധവും മൂല്യബോധവും ഒക്കെ നിലനിന്നിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും നവമാധ്യമങ്ങളുടെ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ കഴിയാതെ ഗൂഗിളിൽ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരായി നമ്മൾ മാറുന്നതിൻ്റെ ഫലമാണ് ഈ പറയുന്ന ഓരോ ചിത്രവും പറയുന്നത്. ഈ ചിത്രം കണ്ടവരാരെങ്കിലും ഉണ്ടോ? ദയാ റോസ് റോബിൻ കണ്ടിട്ടുണ്ടോ? എന്താണിത്? സൈലന്റ് വാലിയിൽ 15 വയസ്സുള്ള ആന, പൈനാപ്പിൾ സ്ഫോടക വസ്തുക്കൾ. അത് തന്നെ. ആ ആനയുടെ ചിത്രത്തിനടുത്തും ആന കുട്ടി പറയുന്ന കാര്യമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദേ ഗേവ് us ഫുഡ് ബേബി. അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ആനക്കുട്ടി, വയറ്റിനകത്തിരിക്കുന്ന ആനക്കുട്ടി പറയുന്നത് ഹ്യൂമൻസ് ആർ സോ ഗുഡ് എന്ന് പറയുന്ന ആനക്കുട്ടി. അപ്പോൾ അവർക്കറിയില്ല ഈ മുന്നിൽ വെച്ചിരിക്കുന്ന പൈനാപ്പിളിനകത്ത് നമ്മളെ പോലെയുള്ള വളരെ വലിയ മനുഷ്യസ്നേഹികളായ മൃഗസ്നേഹികളായ ആൾക്കാർ ആ പൈനാപ്പിളിനകത്ത് വെച്ചിരിക്കുന്നത് പടക്കമാണ് അല്ലെങ്കിൽ ബോംബാണ് എന്ന് ആനക്കറിയില്ല. ആന വളരെ സ്നേഹത്തോടു കൂടി മനുഷ്യന്മാർ കൊടുത്ത ആ ഭക്ഷണം കഴിക്കാനുള്ള വ്യഗ്രതയിൽ ഓടുകയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ആന തൻ്റെ തുമ്പിക്കൈയും കൊമ്പുള്ള മുഖത്തിൻ്റെ ഭാഗം, വായയുടെ ഭാഗം മുഴുവൻ പൊട്ടി തകർന്ന് ചോരയൊലിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും ടി വിയിലും പേപ്പറിലൊക്കെ കണ്ടതാണ്. അങ്ങനെ ചോരയൊലിച്ച് നിൽക്കുന്ന ആന അതിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ കുറേ ദിവസം പുഴയിൽ അല്ലെങ്കിൽ തോട്ടിലൊക്കെ നിന്നിട്ടാണ് സമയം ചെലവഴിച്ചത്. അവസാനം ആ തോട്ടിൽ തന്നെ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് 2020 ജൂണിൽ നടന്ന ഈ സംഭവം നമ്മളെ ആ സമയത്ത് ഒരുപാട് ചർച്ചക്കിടയാക്കി. പക്ഷേ ശരിക്കും അതിനുശേഷവും മൃഗങ്ങളോടുള്ള മനുഷ്യൻ്റെ പെരുമാറ്റം ഒട്ടും മാറിയിട്ടില്ല. മൃഗീയമായത് എന്ന് നമ്മൾ ഓരോ തവണ പറയുമ്പോഴും ശരിക്കും മൃഗീയമായത് എന്നാണോ അതിനെ സൂചിപ്പിക്കേണ്ടത്? അതിന് പകരം മനുഷ്യ മൃഗങ്ങൾ ചെയ്ത പ്രവൃത്തി എന്നല്ല പറയുന്നത്. അവിടെ പോലും മൃഗങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ സ്വന്തം ശരീരത്തിൽ വേദന ഏറ്റാൽ മാത്രമേ ഏത് മൃഗവും നമ്മളെ ദ്രോഹിക്കാറുള്ളൂ. ഇവിടെ മനുഷ്യന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് മധുവിന്റെ കാര്യത്തിൽ പോലും മനുഷ്യന്മാർ അല്ലെങ്കിൽ ആ ചുറ്റുപാടത്തുണ്ടായ ആൾക്കാർ ചെയ്തത് മധുവിനെ അടിച്ച് നിലത്തിട്ടതിന് ശേഷം അയാളുടെ കൈകൾ കെട്ടിയിട്ട് അയാളുടെ കൂടെ നിന്നിട്ട് സെൽഫി എടുത്ത ആൾക്കാരാണ് നമ്മുടെ മനുഷ്യന്മാർ. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും വലിയ സാക്ഷര കേരളം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാക്ഷരത കൈവരിച്ച കേരളം എന്ന് പറയുന്ന ഈ കേരളത്തിൽ പോലും ഇത്രയധികം ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഉള്ളത് നമുക്കെല്ലാവർക്കും നമ്മുടെ പേരിന് കളങ്കം തന്നെയാണ്. സാക്ഷരത എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രം കാണിക്കേണ്ട ഒന്നാണോ? അതോ തലച്ചോറിന്റെ കാര്യത്തിൽ ആ സാക്ഷരത നമ്മൾ കാണിക്കണ്ടേ? നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ആ ബുദ്ധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം വിനിയോഗിക്കുന്നു എന്നതിലാണ് സംശയമുള്ളത്. കാരണം സാക്ഷര കേരളം എന്ന് പറയുമ്പോൾ അത് പേപ്പറിൽ കാണിക്കുന്ന മാർക്കിനപ്പുറം നമ്മുടെ എല്ലാവരുടെയും മാനസിക നിലയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കേണ്ടത് ഈ പാവം മിണ്ടാപ്രാണികളോടാണ്. നമ്മൾ അവരെ സ്നേഹിക്കുകയാണ് വേണ്ടത്, നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് മൃഗങ്ങൾ കാട് വിട്ടിട്ട് നാട്ടിൻ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം കാട്ടിൽ അവർക്കുള്ള ഭക്ഷണം കുറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കാട്ടിൽ അവർക്കുള്ള വെള്ളം കുടിക്കാനുള്ള സോഴ്സുകൾ കുറയുന്നു. അപ്പൊ അതൊക്കെ പരിഗണിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നവരാണ് എന്ന് മുൻകൂർ ധാരണ വെച്ച് പുലർത്താതെ അവയോടും നമ്മൾ കരുണ കാണിക്കണം. എങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. നമുക്കൊരു ബാലൻസ് ഇക്വിലിബ്രിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ബാലൻസ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വരുന്ന എല്ലാ മൃഗത്തെയും വെടിവെച്ച് കൊല്ലുകയും അല്ലെങ്കിൽ കെണിയിൽ പിടിച്ച് കൊല്ലുകയും, കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, പുലിയെ കെണി വെച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ തോലെടുത്ത് വെക്കുന്നു അല്ലെങ്കിൽ തോലെടുത്ത് മാറ്റി വെക്കുന്നു, ഇറച്ചി വെച്ച് കഴിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ വാസന എന്ന് പറയുന്നത്. ഇത് മറ്റൊരു ചിത്രമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ചിത്രം കണ്ടവരുണ്ടോ? ഈ ചിത്രം കണ്ട ആരെങ്കിലും? യെസ്, ഗോകുൽ കെ പി പറയൂ, എന്ത് ചിത്രമാണിത്? ഹത്രാസിലെ 2020 സെപ്റ്റംബർ, ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, ഒരു 3-4 മാസം മുമ്പ് ഹത്രാസ് UP വെച്ച് നടന്ന ഒരു ദളിത് യുവതിയെ, 19 വയസ്സ് ഉള്ള ദളിത് യുവതിയെ ഒരുപാട് ഉന്നത കുലജാതരായ, അതായത് സമൂഹത്തിലെ ഉയർന്ന ശ്രേണിയിൽപ്പെട്ട 4-5 പുരുഷന്മാർ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, മാനഭംഗപ്പെടുത്തിട്ട് കൊന്നു.
അത് പുറം ലോകം അറിയാതിരിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വരെ ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നു, ആ സ്ത്രീയെ ദഹിപ്പിക്കുന്നു. അപ്പം ആ ഭാഗത്തേക്ക് മീഡിയക്കാരെ വരാനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ പോകാനോ ഒന്നും അനുവദിക്കാതെ ഒരുപാട് ദിവസം അവിടെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കുക ചെയ്തത് പോലീസ് അടക്കമുള്ള കാര്യങ്ങളാണ്. പലതവണ ആ സംഭവത്തിന്റെ കേസ് ഷീറ്റ് മാറ്റി എഴുതപ്പെട്ടു. അപ്പൊ ഇതിലൊക്കെ നിയമസഹായം ലഭ്യമാക്കേണ്ട പോലീസ് പോലും ഇത്തരത്തില് ഭരണഘടനയിൽ ഒരു തരത്തിലും അനുവദിക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് ഈ 72ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന വേളയിൽ നമ്മൾ ഓരോരുത്തർക്കും എന്തുമാത്രം മാനഹാനിയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും പലതരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾക്കെല്ലാവർക്കും സ്വന്തം കാര്യത്തിനെങ്കിലും തീരുമാനം എടുത്തുകൊണ്ട്, സ്വന്തം ജീവിതത്തിനെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പോകുന്ന നല്ല നാളെ ഉണ്ടാക്കുന്നതിൽ നമ്മുടേതായിട്ടുള്ള ചെറിയൊരു പങ്കെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അത് ഈ ലോകത്തുള്ള ഒരുപാട് നിരാലംബരായ ആൾക്കാർക്ക് വലിയ സഹായമായിരിക്കും. ഈ ചിത്രം കഴിഞ്ഞ 4 ദിവസം മുമ്പുള്ള ചിത്രമാണ്. കണ്ടിട്ടുണ്ടാവും ആരെങ്കിലും? കണ്ടിട്ടുണ്ട്? ആരാണ്? പേര് പറയൂ. ദയ തന്നെയാണ് കണ്ടത്. എന്താണ് ദയാത്? സാർ അത് ടയർ കത്തിച്ചിട്ട് ആനയുടെ മറ്റേ പെട്രോൾ പെട്രോൾ ഒഴിച്ച് ടയർ കത്തിച്ചിട്ട് വീടിനടുത്തേക്ക് വന്ന കാട്ടാന, വലിയ കൊമ്പൊക്കെയുള്ള കാട്ടാനയാണ്. അപ്പൊ വന്ന ഉടനെ നമ്മുടെ സുഹൃത്തുക്കൾ വിചാരിച്ചത് ഈ കാട്ടാന നമ്മളെ കുത്തിക്കൊല്ലും, അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം, ഓടിച്ചു വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവര് ആദ്യം കുറെ തീയൊക്കെ കാണിച്ചു പഠിപ്പിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിന്റെ മേത്തേക്ക് ടയർ കത്തിച്ചിട്ട് എറിയുന്നു. ആ എറിഞ്ഞത് എന്തോ അതിന്റെ ചെവിയിലാണ് കുടുങ്ങിയത്. അങ്ങനെ ചെവി മുഴുവൻ പൊള്ളിപ്പോയിട്ട് ചോര ഒലിപ്പിക്കുന്ന ഒരു ആനയാണ് ഇത്. അതിനുശേഷം 2 ദിവസം കഴിയുമ്പോൾ ആ ആന ചിരിയുകയും ചെയ്തു. അപ്പോൾ ഇത് നടന്നത് തമിഴ്നാട്ടിലത്തെ മസനഗുഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടുപറമ്പിലേക്ക് കയറി വന്ന ആനയെ ഓടിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ ചെയ്ത പ്രവൃത്തിയാണ്. ഇതൊക്കെ കാണിക്കുന്നത് നമ്മളിലെ മാനവിക മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും ലോ ആയി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുന്നതോറും. 2009 ആയാലും 2019 ആയാലും 17 ആയാലും 18 ആയാലും ഓരോ വർഷം കഴിയുന്നതോറും മനുഷ്യന്മാർ ഏത് തരത്തിലാണ് മാറുന്നത്, ഏത് തരത്തിലാണ് അവരിലെ മൂല്യം ശോഷണം സംഭവിക്കുന്നത്. അച്ഛൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ് മൂല്യ ശോഷണം സംഭവിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ, പ്രവർത്തിക്കുന്നുണ്ടോ, അത് നമ്മുടെ പ്രവൃത്തിയിൽ ഫലവത്താവുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം പേപ്പറിലുണ്ടായിരുന്നത്, അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അറിയിച്ചാലും വരാത്തവർ 100ഓളം പേരെ സംസ്കരിച്ചത് അനാഥരായി. വാർത്ത മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ, എൻ്റെ കണ്ണൂരിലാണ് പല വൃദ്ധസദനങ്ങളിലും അച്ഛനമ്മമാരെ കൊണ്ടുപോയി വിട്ടതിന് ശേഷം ഒരു തവണ പോലും പോയി അന്വേഷിക്കാത്ത മക്കളാണ് ഒരുപാട്. ഇതും നമ്മുടെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. എന്ത് ചെയ്യണം, എങ്ങനെയാണ് നല്ല പൗരനായി ജീവിക്കാൻ വേണ്ടി പറ്റുക, ഏത് തരത്തിൽ ജീവിച്ചാലാണ് സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ഒക്കെ നമ്മളൊരു മുതൽക്കൂട്ടാവുക എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിദ്യാഭ്യാസ രീതി തന്നെ അപ്പാടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ മുമ്പുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയിൽ ഞാനും നിങ്ങളുടെ പ്രിൻസിപ്പാളായ ഷബീറും ഒക്കെ പഠിക്കുന്ന കാലത്ത് കുറച്ചെങ്കിലും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള മൂല്യവത്തായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്നു. ഞാൻ പഠിച്ചിരുന്നത് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലായിരുന്നു. അവിടെ ഒരാഴ്ചയിൽ ഒരു ദിവസം സന്മാർഗം വേദപാഠം എന്ന് പറഞ്ഞിട്ട് മുഴുവൻ കുട്ടികളെയും, ക്ലാസ്സിലുള്ള 30 കുട്ടികളിൽ ചിലപ്പോൾ 10-15 പേര് അല്ലെങ്കിൽ 20 പേര് ഹിന്ദുക്കളായിരിക്കും, 1-2 പേര് മുസ്ലിം കുട്ടികളുണ്ടാവും, ബാക്കിയുള്ളവർ ക്രിസ്ത്യൻ കുട്ടികളുണ്ടാവും. അവരെയൊക്കെ ഇരുത്തിയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മളെ വേദപാഠവും സന്മാർഗവും പഠിപ്പിക്കുക. നമ്മളൊക്കെ വളരെ നീരസത്തോടു കൂടി ഇരിക്കുമായിരുന്നു. എങ്കിൽ പോലും അന്ന് അവിടെ നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന സാറന്മാർ, അല്ലെങ്കിൽ മിക്കപ്പോഴും അവിടുത്തെ റവറൻഡ് ഫാദർ ജോൺ വടക്കമൂലി എന്ന് പറഞ്ഞ അച്ഛനൊക്കെ ആയിരുന്നു നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്. ആ അച്ഛനൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇന്നും നമുക്ക് ഓർമ്മയുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാനൊരു കഥ, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഹർത്താൽ ദിവസം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബാങ്ക് വിട്ടിട്ട്, കോയമ്പത്തൂരിലാണ് ഞാൻ ജോലി ചെയ്തത്, ബാങ്ക് വിട്ട് ഞാൻ പുറത്തേക്ക് എൻ്റെ വീട്ടിലേക്ക്, ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി പുറത്തിറങ്ങുമായിരുന്നു. അപ്പോഴാണ് ആ ഹർത്താൽ ദിവസമായതുകൊണ്ട് നമുക്ക് ബാങ്കിലേക്ക് വരുന്നതിന് സ്കൂട്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, തമിഴിലാണ് സംസാരിച്ചത്,
എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, ഉണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു പോയി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു 50 രൂപ തരണം എന്ന് എന്നോട് പറഞ്ഞു. 50 രൂപ തരണം എന്ന് പറഞ്ഞ ആളെ ഞാൻ നോക്കി. കാരണം ഇന്നത്തെ കാലത്ത് പറയുന്നതൊക്കെ ശരിക്കും വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അധികം സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു 50 രൂപ തരണം എന്ന് പറഞ്ഞു. ഞാൻ 1-2 തവണ സംശയിച്ചു. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് 50 രൂപ എടുത്തിട്ട് ആ മനുഷ്യന് കൊടുത്തു. അപ്പോൾ 50 രൂപ കൊടുത്ത ഉടനെ അയാൾ എന്നോട് ചോദിച്ചു, സാർ നിങ്ങളുടെ ഫോൺ നമ്പർ തരണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഫോൺ നമ്പർ? നിങ്ങൾക്ക് 50 രൂപയല്ലേ വേണ്ടു, 50 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, ഇതാ തന്നു കഴിഞ്ഞു. പക്ഷേ ഫോൺ നമ്പർ വേണം. ഞാൻ ചോദിച്ചു, എന്താണ് ആവശ്യം? അപ്പോൾ പറഞ്ഞു, സാറ് ഈ പൈസ എനിക്ക് കടമായിട്ടാണ് തന്നത്, ഞാൻ ഇത് തിരിച്ചേൽപ്പിക്കുന്നത് വരെ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ദാനമായി തന്നതാണ്, നിങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടർ വെക്കുന്ന സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് ഞാൻ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ പോയി. പക്ഷേ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം നല്ല തിരക്കുള്ള കോയമ്പത്തൂർ ജനറൽ ആശുപത്രിയുടെ തൊട്ട് പുറത്ത് എവിടെയാണോ എന്നെ അന്ന് ആ മനുഷ്യൻ കണ്ടത്, അതേ മനുഷ്യൻ അന്ന് ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 6-7 മണിയാകുമ്പോൾ ഞാൻ ബാങ്ക് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ കാത്തു നിന്നിട്ട് എൻ്റെ കൈ പിടിച്ചു. എനിക്ക് 50 രൂപ എൻ്റെ കയ്യിൽ വെച്ചെന്ന് പറഞ്ഞു, സാർ ഞാൻ ഇതിനു മുമ്പ് പലതവണ ഇവിടെ വന്ന് നിന്നിരുന്നു, പക്ഷെ സാറിന് ഒരു ദിവസം പോലും കാണാൻ വേണ്ടി പറ്റിയില്ല. 3 മാസത്തിന് ശേഷം ഒരു ദിവസം ഞാൻ വീണ്ടും, എൻ്റെ വീട് കുറേ ദൂരെയാണ്, ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് രാവിലെ മുതൽ കാത്തു നിന്നു സാറിനെ ഇവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ 50 രൂപ തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഇനി എനിക്ക് എൻ്റെ ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മൂല്യച്യുതി അല്ലെങ്കിൽ മൂല്യശോഷണം എന്നൊക്കെ പറയുന്നത്, മാനവികത എന്നൊക്കെ പറയുന്നത് എവിടെയൊക്കെയോ ഇപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ വൈറസ് അല്ലെങ്കിൽ ഇത്രയും ചെറിയ വൈറസ് ഈ ലോകം മുഴുവൻ പിടിച്ചു കുലുക്കിയിട്ടും ഒരുപാട് ലക്ഷം ആൾക്കാർക്ക് രോഗം പിടിച്ചിട്ടും നമ്മളൊക്കെ ഇന്നും ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ആ മൂല്യം എന്ന് പറയുന്നത് മുറുകെ പിടിക്കേണ്ട ഒന്ന് തന്നെയാണ്. ആഗസ്റ്റ് 15, ജനുവരി 26 എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന് മാത്രമല്ലാതെ അതിനുശേഷം പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. ഷബീർ സാർ, സമയം വൈകിയില്ലെങ്കിൽ 1-2 കഥകളോട് കൂടി പറയാവുന്നതാണ്. ഓ തീർച്ചയായും. ഇത് ഡിസ്കണക്ട് ആവുമോ എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീജോയിൻ ചെയ്യാം സെയിം ലിങ്കിൽ. നിങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ സമയം അത് കുഴപ്പമില്ല. ഇല്ല, ഈ സൂമിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് റീജോയിൻ ചെയ്യാം. യു കൺ ടേക്ക് യുവർ ഓൺ ടൈം സർ, നോ ഇഷ്യൂ. ഓക്കെ. മറ്റൊരു കാര്യം, ഇതും എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ട ഒരു സംഭവമാണ്. കാരണം ഞാൻ കഥകൾ എഴുതുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഞാൻ ഇതേപോലെ കോയമ്പത്തൂരിൽ തന്നെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിലുള്ള 5 നില ബിൽഡിംഗ് ജോലി ചെയ്യുന്ന ഒരു സമയത്ത് അതിന് തൊട്ട് പുറത്ത് ഒരു RK സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും ബിസ്ക്കറ്റും ഒക്കെ വെക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു തവണ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് മുമ്പുള്ള 11:30 ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് പോയി. ആ ചായ കുടിക്കാൻ പോയപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി, ഞാനവിടെ ചായ കുടിച്ചുകൊണ്ടൊരു സൈഡിലിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള പുറത്ത് വന്നിട്ട് ചില്ലിട്ട കൂടിനകത്ത് ഒരുപാട് ഐസ്ക്രീമുകളുടെ ഷോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഐസ്ക്രീം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുട്ടി അവിടെ പുറത്ത് വന്ന് നിന്നിട്ട് അവിടെ സെയിൽസ്മാനായി നിൽക്കുന്ന ആളോട് ഈ ഗ്ലാസ്സിലുള്ള ഐസ്ക്രീമിന് എത്ര പൈസയാണ്, ഇതിനെത്ര പൈസയാണ്, ഇതിനെത്ര പൈസയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം കുട്ടി ഐസ്ക്രീമിൻ്റെ വില ഓരോന്നായിട്ട് അറിഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഐസ്ക്രീമിൻ്റെ വില ആ സെയിൽസ്മാൻ പറഞ്ഞു കൊടുത്തു 10 രൂപയാണ്. അടുത്ത ഐസ്ക്രീമിൻ്റെ വില ആ സെയിൽസ്മാൻ പറഞ്ഞു കൊടുത്തു 15 രൂപയാണ്. തൊട്ടപ്പുറത്തെ ഐസ്ക്രീമിൻ്റെ വില ആ സെയിൽസ്മാൻ പറഞ്ഞു കൊടുത്തു 25 രൂപയാണ്. കുട്ടിയോട് പലതവണ ഓരോന്നിൻ്റെയും വില മാറി മാറി പറഞ്ഞതിന് ശേഷം കുട്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഞാനിതിൽ ഏത് ഐസ്ക്രീമാണ് വാങ്ങുക. അങ്ങനെ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു. അവസാനം സെയിൽസ്മാൻ്റെ ശബ്ദം കുറച്ച് കനപ്പെട്ടതായി. നിനക്ക് വേണമെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ പോവും എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കുട്ടിയെ തള്ളിവിടാൻ വേണ്ടി നോക്കി. കുട്ടി പരാജയം ഏറ്റുവാങ്ങിയില്ല. എന്ത് ചെയ്തു? ഉടനെ തന്നെ കുട്ടി പറഞ്ഞു, ചേട്ടാ എനിക്ക് 15 രൂപയുടെ ഐസ്ക്രീം തരും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഫ്രിഡ്ജിനകത്ത് പോയിട്ട് തണുത്ത ഒരു 15 രൂപയുടെ ഐസ്ക്രീം എടുത്തിട്ട് കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ എത്ര പൈസയാണ് ഉള്ളതെന്ന് അയാൾ നോക്കുന്നുണ്ട്, ഞാനും നോക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി തൻ്റെ പോക്കറ്റിൽ നിന്നും 20 രൂപയുടെ ഒരു നോട്ട് എടുത്തു. അപ്പോൾ 15 രൂപയുടെ ഐസ്ക്രീം മേടിച്ചു. ഈ സെയിൽസ്മാൻ അകത്ത് പോയിട്ട് 5 രൂപ തിരിച്ച് എടുത്തുകൊണ്ടുവന്നിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു, ഐസ്ക്രീമും കൊടുത്തു. അപ്പോൾ 5 രൂപ ആ സെയിൽസ്മാൻ കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇതെൻ്റെ ടിപ്സാണ്, നിങ്ങൾ വെച്ചോളൂ. അപ്പോൾ ഇവിടെ ആരാണ് ശരിക്കും തോറ്റുപോയത്? സെയിൽസ്മാൻ തോറ്റുപോയി. കാരണം ആ കുട്ടിയോട് അയാൾ ദേഷ്യപ്പെടുകയും ചെയ്തു. കുട്ടി ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്, നല്ലൊരു
സന്ദേശമാണ് ശരിക്കും നമുക്ക് തരുന്നത്. കാരണം ഈ ചെറിയ, എനിക്ക് തോന്നുന്നു 2ഓ 3ഓ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 5 രൂപ സെയിൽസ്മാന് അയാളുടെ ജോലിക്ക് നൽകുന്ന കൂലിയായിട്ട് കൊടുത്തുവെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ ഇന്നും നമ്മുടെ ഇടയിൽ പലരിലും മാനവ മൂല്യങ്ങളും ഈ മൂല്യവും നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടു കൂടി പറയുന്ന സ്നേഹവും സ്പർദ്ധയും മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സഹജീവികളോടുള്ള സ്നേഹം, അനുകമ്പ എന്നൊക്കെ പറയുന്നത് എവിടെയൊക്കെ കുറച്ച് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നല്ലോ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട്. നിപ്പ വന്നു, കൊറോണ വന്നു, അതിന് പുറകിൽ പ്രളയം വന്നു, അങ്ങനെ പല 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 ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമ്മളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മുന്നേറുന്നതിനിടയിൽ നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും എവിടെയൊക്കെയോ ഇന്നും മനുഷ്യത്വത്തിൽ ജീവിക്കുന്ന പല ആൾക്കാരും നമുക്കിടയിലുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇത് മറ്റൊരു വാർത്തയാണ്, കൂടുതലൊന്നും പറയാനില്ല. 17-കാരനെ സുഹൃത്തുക്കൾ തല്ലിച്ചയച്ചു. അതായത് ആ തല്ലിച്ചയച്ചതിൽ ഒരാൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്, ഇന്നത്തെ പേപ്പറിലുണ്ട്. അപ്പം 17-കാരനെ ഫ്രണ്ട്സ് പറഞ്ഞത്, നീ നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും വീടി വലിക്കുന്നതും ഒക്കെ നീ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ കുറ്റം വെച്ചിട്ട് അയാളുടെ വയറ്റിനടിക്കുകയും കഴുത്തിന് പിടിച്ച് ഞെരിക്കുകയും പിന്നെ പുറത്ത് ചവിട്ടുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പം ഇത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നതും പറയുന്നതും പ്രവൃത്തിയിലും കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റമുണ്ട്. അജഗജാന്തരം എന്ന് പറയാറുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇതും സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ലഡാക്കിലും ലേയിലും കാശ്മീരിലും ഒക്കെയുള്ള സൈനികന്മാർ എങ്ങനെ ജീവിക്കുന്നു, അവർക്കുമുണ്ട് ഇത്തരത്തിൽ വലിയ ആഗ്രഹങ്ങളും വലിയ പ്രതീക്ഷകളൊക്കെ. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന മഞ്ഞുപാളികൾക്കിടയിലൂടെ വഴിയുണ്ടാക്കിയിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞ, നമ്മുടെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോഴും ഈ 72ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ സന്ദേശം രാഷ്ട്രപതി നമ്മുടെ ഡൽഹി തലസ്ഥാനത്ത് വെച്ച് നൽകുമ്പോഴും നമ്മുടെ രാജ്യം ചൈന പോലെയുള്ള മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ത്രെറ്റ്സ് നേരിടുന്നുണ്ട്, ഒരുപാട് ഭീഷണി നേരിടുന്നു. അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന പരേഡ് നടത്തുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലാ ആസ്ഥാനങ്ങളിലും പരേഡ് നടത്തുമ്പോൾ നമ്മുടെ സൈനികന്മാർ ഇപ്പോഴും മഞ്ഞിനടിയിലാണ് ജീവിക്കുന്നത്. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളൊക്കെ നോക്കുമ്പോൾ 1 ഡിഗ്രിയിൽ നിന്നും -4ലേക്കും -5ലേക്കും ഒക്കെ തണുപ്പ് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാം. നമ്മളോട് കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കർമ്മം ചെയ്യൂ, ഫലത്തെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് ഗീതോപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഫലം എന്തായിരിക്കും എന്നതിനെപ്പറ്റി ആലോചിക്കുക. കാരണം നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ. നമ്മുടെ കൂടെയുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുക, നമ്മളും ജീവിക്കുക. ഇത് വാഗ ബോർഡറിൽ നടക്കുന്ന ഇന്ത്യൻ സൈനികന്റെയും പാകിസ്ഥാൻ സൈനികരുടെയും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദിവസം. മിക്കവാറും ആഗസ്റ്റ് 15-നൊക്കെയാണ് ഇത്തരത്തിലുള്ള പരേഡുകൾ നടക്കാറുള്ളത്. അവസാനമായി എൻ്റെ ഈ ചെറിയ ഒരു ടോക്ക് തീരുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ച ഈ ഒരു സീൻ, ഈ സിനിമ കണ്ടവരുണ്ടോ ആരെങ്കിലും? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു? ദയ കണ്ടു? ഓക്കെ. ഈ സിനിമ പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, അത്ര വലിയ ഫേമസ് അല്ലാത്ത നായകന്മാരും നായികമാരും ഡയറക്ടറും ഒക്കെയാണ്. ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ അടുപ്പിച്ചാണ് സിനിമയുള്ളത്. അപ്പം ഈ സിനിമ പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഇത്രയും കാലം നിലനിന്നിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന, പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന പാരമ്പര്യം എന്ന് പറയുന്ന വലിയൊരു വിഷമുണ്ട്. ആ വിഷത്തിന്റെ മേലെ ഒഴിക്കുന്ന ഒരു ചെളിവെള്ളമാണ് ഈ സിനിമ എന്നുള്ള രീതിയിലാണ് ക്രിട്ടിക്കുകൾ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ സ്ത്രീകളെ ഏത് തരത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അടുക്കള മാത്രമാണ് സ്ത്രീയുടെ ജീവിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നതിനോട് എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന ചില സിനിമാ പ്രവർത്തകരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുക. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കാണുക, നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ്. ഇനി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, ആർ വി റിയലി പ്രൗഡ് ഇന്ത്യൻസ്? ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും പ്രൗഡ് ഇന്ത്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ആ പേരിന് യോഗ്യരാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനിയെങ്കിലും ഉള്ള 73ാമത് റിപ്പബ്ലിക് ദിനം വരുമ്പോൾ നമ്മളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ ദേശത്തിനും നാടിനും ഒക്കെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം. ഇത്രയും പറഞ്ഞുകൊണ്ട്
ഈ ഒരു അവസരം തന്ന എൻ്റെ സുഹൃത്തും നിങ്ങളുടെ പ്രിൻസിപ്പലുമായ ഷബീർ ഇക്ബാലിനോടും നിങ്ങളുടെ ഡയറക്ടർ അച്ഛനോടും ഉള്ള നന്ദിയും നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. Thank you, sir. Next, I may invite Ms. Sharanya BG, Assistant Professor of Lissy College of Allied Health Science, to deliver the Republic Day message. Miss, yes. Okay. Honorable Chief Guest, Lieutenant Dr. Sumit Peri Sir, Assistant Professor and Associate NCC Officer, Department of Hindi, PRNSS College, Matanur. Respected Reverend Father Jerry Nyaliyat, Assistant Director, Lissy Medical and Educational Institution. Dr. Shabir S. Iqbal, Principal, Lissy College of Allied Health Sciences, my colleagues, and my dear students. A very good afternoon to one and all. On behalf of the organizing committee, I, Sharanya Viji, take this moment to extend heartiest greetings on this 72nd Republic Day. We had already heard meaningful messages from our Chief Guest, Father, and our Principal Sir, and for me, it is a great honor and privilege to propose a Republic Day message on this occasion. January 26th, as the day on which our Constitution came into effect, and celebrate it as a Republic Day with a ton of pride and enthusiasm. But this year, the day will observe with minimal festivities because of COVID-19 pandemic. It is the euphoric celebration among people irrespective of their religion, caste, and ideology. The whole nation is brightened in tritons to convey the message of unity in diversity. Justice, liberty, equality, and fraternity are the perennial principles of our philosophy of life. It is, of course, the task of every generation to seek out the meaning of these values for its times. As the freedom fighters did in their day, so should we in our time. And these key principles should light our path to development. This occasion also exhibits a multi-tinged picture of the country's rich social legacy and military abilities. Also, this day is celebrated to honor the martyrs who have forfeited their lives for the country by showing courage in the face of diversity. Nothing can beat the enthusiasm of patriotic young children and youth from displaying their love for the nation even on online platform. And these celebrations not only bring happiness but also nourish the patriotism and duties of being a faithful and law-abiding citizen even from their young age. I would like to wind up my message followed by a moment of silence for the great leaders and freedom fighters who sacrifices their lives so that we can live in a democratic nation. And also, I salute all the medical and non-medical persons who are fighting to bring down the COVID-19 pandemic in order to protect our nation's wealth. Freedom in the mind, strength in the words, pureness in our blood, pride in our soul, zeal in our hearts. Let's salute our India on this Republic Day. Jai Hind. Thank you. Thank you, Miss. Now, to deliver the Republic Day message from the student side, I invite Alina Joy, first year BCVT. Alina. Good afternoon, everyone. Respected Dr. Shabir Sir, Assistant Director of Lissy Medical and Educational Institution, Father Jerry Nyaliyat, our Chief Guest, Lieutenant Dr. Sumit Sir, all teaching and non-teaching staff, and all my dear friends. First of all, I wish you a very happy Republic Day 2021. Freedom in the mind, strength in the words, pureness in our blood, pride in our souls, zeal in our hearts. Let's salute our India on this Republic Day. We know this year we celebrate 72th Republic Day of India. 2021 is a new beginning for mankind. Let's all take the wisest decision of pledging to make India healthy and happy on this Republic Day. The alarming health states are enough to alert and motivate us to take necessary steps to improve health of our citizens. As per the latest updates, 80% of deaths are due to NCDs, non-communicable diseases, and the mortality rate of NCDs like cancer, cardiovascular diseases, and diabetes are increasing day by day. Freedom is a boon which had been gifted by our freedom fighters long years back, and now we are fighting against the pandemic.
In 2021, health is the wealthiest thing we can have for, and it is not bought, but it can be brought up through a systematic and healthy life cycle. One can survive without excess money, but can't survive without good health. So keep in touch with the words and spread happiness to your surroundings. India is a developing country, and we citizens are the roots for its development. So, so we should have the mind to make it prosperous. Now, world's largest vaccine campaign had been started in India. Let's hope for the best for its progress. Last but not the least, the healthcare workers from top to bottom who had fighted for us like the freedom strugglers. I take this moment to thank them. By this, let me conclude my words, once again wishing you a very happy Republic Day. Thank you. Thank you, Alina. Time for the most awaited moment, the results announcement. For this, may I invite Chaitra Miss to reveal the winners. Miss. Okay, it's my pleasure to announce the winners of the competition. First of all, speech competition. First prize goes to Shruti Harilal from second year BCVT, and second prize goes to Sajida KR from second year BCVT. Neha. നമസ്കാരം. ഇന്ത്യയാണ് എൻ്റെ രാജ്യം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്, എനിക്ക് കുറച്ച് കടമകളുണ്ട്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ആ അവകാശത്തെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. They are justiciable, often rejected somewhere. Anyway, they are justiciable എന്ന് പറയുമ്പോൾ ആ അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമ്മൾക്ക് കോടതിയെ സമീപിക്കാം. പണ്ട് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾക്കുള്ളത്. ഏഴാമത്തേതായ സ്വത്തവകാശം പിന്നീട് എടുത്തു മാറ്റി, അങ്ങനെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഒത്തിരി അവകാശങ്ങളെല്ലാം, ഒത്തിരി ആശയങ്ങളും ഒത്തിരി അവകാശങ്ങളും ഉള്ളടക്കിക്കൊണ്ട 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾക്കുള്ളത്. ഒന്നാമത്തേതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം, അല്ലേ? നമ്മൾ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും തന്നെ തുല്യരാണ്. ജാതി, വ്യക്തി, വർഗ, വർണ്ണ, മതഭേദമില്ലാതെ നാം എല്ലാവരും തന്നെ തുല്യരാണ്. Okay, next mass making competition. First prize goes to Sajida KR from second year BCVT, and second prize goes to Silfa MJ from first year BSMLT. Next, digital poster making competition. First prize goes to Apin Amalai Carrot from third year PSMLT, and second prize goes to Amal Eldo from second year BCVT. Write-up competition. First prize goes to Maria Moti from second year BCVT, and second prize goes to Dia Rose from first year BSc MLT. Next, quiz competition. First prize goes to Amrita Santosh from first year BSc MLT. Second prize goes to Sajida Rashid from second year BCVT, and third prize goes to Silfa
MJ from first year BSc MLT. Hearty congratulations to all the winners and participants. Thank you. Thank you, Miss. Now, I would like to invite Roshna Philomena, KA, first year BMLT, to convey the vote of thanks. Okay, 1 minute, 1 minute. I have to add one more point. Can you hear me? Yes, sir. Okay, thank you. വളരെ നന്നായിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഡോക്ടർ സുമിത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ അക്കാദമിക് തലത്തിലൊക്കെ വളരെ വിദഗ്ധരായി വളരാനും പ്രൊഫഷണൽ ജീവിതമൊക്കെ കൊണ്ട് നടക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തോട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു റോൾ മോഡലാണ് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അക്കാദമിക് തലത്തിലും നല്ല മികച്ച നിലവാരം. പലപ്പോഴും നമ്മൾ ഞാനും അദ്ദേഹം കൂട്ടുകാരൊക്കെ ആയിരുന്നു, അതേപോലെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിരുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ കോളേജ് സ്കൂൾ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മൾ എല്ലാവരും കാണാറുണ്ട്. എന്താ പറയാ, ഈ പഠന നിലവാരത്തിലും വളരെയധികം മികച്ചു നിൽക്കുന്നവര് ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇടപെടാതെ ബുദ്ധിജീവികളായി മാത്രം ജീവിക്കും. അതേപോലെ ഈ NCC, NSS അല്ലെങ്കിൽ ബാക്കി ആർട്സ് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാമുകളിൽ പോകുന്ന പല കുട്ടികൾക്കാണെങ്കിലും പഠന കാര്യത്തിൽ അവർ പിൻപന്തിയിലുമായിരിക്കും, അത്ര മുന്നിട്ട് ശോഭിച്ച് നിൽക്കാറില്ല. പക്ഷേ ഒരേപോലെ പഠന കാര്യത്തിലും, അതായത് അക്കാദമിക് തലത്തിലൊക്കെ റാങ്കുകൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ സുമിത് ശരിയാണെങ്കിൽ UG തലത്തിൽ റാങ്ക് ഉണ്ടോ, UG തലത്തിലോ PG തലത്തിലോ റാങ്ക് ഹോൾഡർ ആണെന്ന് തോന്നുന്നു അല്ലേ സുമിത്? റൈറ്റ്? ശരിയാണ്. യെസ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അതേ സമയത്ത് തന്നെയാണ് NCC പോലുള്ള മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ, അതേപോലെ തന്നെയാണ് ഇത്തരം തിരക്കുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അധ്യാപകനായി വർക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റ് കലാപരമായിട്ട് എഴുത്തുകൾ അങ്ങനെയുള്ള രീതിയിലുള്ളത്. ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ, നമ്മൾ ഉൾപ്പെടെ പല ആൾക്കാരുമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം മികച്ചു നിൽക്കുന്ന പല ആൾക്കാരുമുണ്ട്. പക്ഷെ പല മേഖല ഒരേ സമയത്ത് മികച്ചു നിൽക്കുകയും ഒരേപോലെ മികവ് കാണിക്കുകയും ചെയ്യുന്ന വളരെ അപൂർവമായ ആൾക്കാരാണ് ഉണ്ടാവുക. അതിലൊരാളാണ് എൻ്റെ പ്രിയ സുഹൃത്ത് എന്ന് പറയുന്നത് ഡോക്ടർ സുമിത്. നിങ്ങളും ഇതുപോലെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മൾ പഠിക്കുക, മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല. ഇന്നലെ പേപ്പറിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ, ഡോക്ടർ സുമിത്ത് കാണിക്കാത്ത ഒരു ന്യൂസാണ്. എനിക്ക് തോന്നുന്നു ആന്ധ്രയിലാണെന്ന് തോന്നുന്നു, ഒരു കോളേജ് പ്രൊഫസറിന്റെയും സ്കൂൾ പ്രിൻസിപ്പലിന്റെയും 2 മക്കൾ, അവരും വലിയ എഡ്യൂക്കേറ്റഡ് ആയ രണ്ട് പെൺകുട്ടികളാണ്. അവര് കലിയുഗം അല്ലേ പുനർജനിക്കും, തിങ്കളാഴ്ച പുനർജനിക്കും, കലിയുഗം കഴിഞ്ഞ് പിറ്റേ ദിവസം പുനർജനിക്കും എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ആയിട്ടുള്ളതും പ്രിൻസിപ്പൾ ആയിട്ടുള്ള മാതാപിതാക്കൾ അവരെ കൊന്നേക്കുക. എനിക്ക് തോന്നുന്നു അവരുടെ ഇതൊക്കെ കാണുമ്പോൾ ആ കുട്ടികൾ അവന് സമ്മതിച്ചെന്ന് തോന്നുന്നു, അവരുടെ ഇതൊക്കെ കാണുമ്പോൾ, ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുമ്പോൾ. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പക്ഷെ മാർക്ക് വാങ്ങാനുള്ള ഒരു 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 വേല മാത്രമായി മാറിയ ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാസ്ത്രമായ പുരോഗതി, അതിലൂടെ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതി, രാജ്യത്തിനുണ്ട് നമ്മൾ ചെയ്യുന്ന സംഭാവനകൾ, അതൊക്കെ കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസം. കാരണം നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ഇനി എത്ര ഫീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നാൽ പോലും ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റു പല സിറ്റിസൺസിന്റെയും, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെയും നികുതി പണത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. ആ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നമ്മുടെ രാജ്യത്തിന് എന്താണ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഈ നേരത്തെ കാണിച്ച പിക്ചറിലൂടെ വളരെ വലിയ സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ സ്റ്റാറ്റസ് ഒതുക്കാതെ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ മോശം പ്രവണതകൾക്കെതിരെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും പ്രവൃത്തി കൊണ്ടെങ്കിലും അതിനെതിരെ പോരടിക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഭാവിയിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുമ്പോഴും മാത്രമാണ് ഈ ജനുവരി 26-നോ ഓഗസ്റ്റ് 15-നോ ഓഗസ്റ്റ് 2-നോ നമ്മൾ ആഘോഷിക്കുന്ന ഈ ആഘോഷങ്ങൾക്കുപരി യഥാർത്ഥ പൗരനായി തീരുകയുള്ളൂ. നമ്മുടെ രാജ്യം എല്ലാ കാലത്തും മുന്നിലായിരുന്നു. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലങ്ങളിൽ മുന്നിൽ നിൽക്കണമെങ്കിൽ അത്തരം കടമകൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഡോക്ടർ സുമിത്തിനും ഫാദർ ജെറി അച്ഛനും അതേപോലെ മറ്റുള്ള എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. Next vote of thanks, you can continue. Good afternoon, everyone. I deem it's a great honor and privilege to propose a vote of thanks on this memorable occasion. Let me first of all start by giving glory to Almighty God for making today's occasion a resounding success. First and foremost, I would like to thank Chief Guest,
Dr. Sumit PV, Assistant Professor, Associate NCC Officer, Department of Hindi, PR, NSS College, Matano, who despite his busy schedule has found time to grace this occasion. I would also like to express my heartfelt thanks to Father Jerry Naliat, Assistant Director of Lissy Medical and Educational Institution, for inaugurating today's event. We are grateful to our venerable principal, Dr. Shabir S. Iqbal, for his words of encouragement and guidance. We thank our loving teachers for their untiring efforts. My heartfelt thanks to the heads of various departments and faculty for the valuable contribution. I would also like to thank the college union and everyone else because of whom today's event was possible. Last but not the least, I would like to thank the students for showing their interest in this program. Once again, thank you all. Have a good day. Jai Hind. Okay, Thank you, Roshna. On this auspicious day, let us all remember those legends that sacrificed their lives for our world. This formal session has come to an end. I use this opportunity to thank each one of you for sparing your valuable time to be here with us, and we really look forward for your support in the coming years. Thank you, and I wish everyone a very happy Republic Day. Thank you. ശതകോടി നമസ്കാരം നിൻ പാദയുഗളത്തിൽ ലിസി നാമധാരിണിയ രോഗകാരിണി. ശതകോടി നമസ്കാരം നിൻ പാദയുഗളത്തിൽ ലിസി നാമധാരിണിയ രോഗകാരിണി. ആതുര സേവന സോനവനത്തിൽ വാടാമലരായി മരുവും വന്ദേ. താവകസത്പാരമ്പര്യത്തിൻ താവിനു മഹിമകളറിവൂ ഞങ്ങൾ. താവക വിമല ചരിത്രാങ്കിതേ ഗുണഭാവ വിശുദ്ധത അറിവൂ ഞങ്ങൾ. ശതകോടി നമസ്കാരം നിൻ പാദയുഗളത്തിൽ ലിസി നാമധാരിണിയ രോഗകാരിണി. രോഗോപശാന്തി തന്നാലയമേ തേന ജനാവലിക്കാലംബമേ. സ്നേഹാർദ്ര ശുശ്രൂഷ എന്നുമേകി താതൻ തൻ കണ്ണീർ തുടയ്ക്കുമമ്മേ. ജീവകാരുണ്യ സത്സങ്കേതമേ ഭാവുകാശംസകൾ നേർന്നിടട്ടെ. ജയ ജയ കൃപദേ വത്സല ചിത്തേ. ജയ ജയ കൃപദേ വത്സല ചിത്തേ. ജയ ജയ മഹിത ഗുണ